Hi dears, welcome to Ashbicreations. ഇന്ന് നമ്മൾ ജോർജറ്റിൻ്റെ ഫാബ്രിക്കിൽ ഒരു പാർട്ടി വെയർ ആയിട്ടുള്ള കുർത്തി ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കട്ട് ബീഡ്സും സ്മോൾ ഷുഗർ ബീഡ്സും ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ ഒരു സൈസിലുള്ള ഗോൾഡൻ ബീഡ്സ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ എൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പേപ്പറിലേക്ക് റഫായിട്ടൊന്ന് വരച്ച് കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ആദ്യം നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. എത്രയാണോ നെക്കിൻ്റെ ലെങ്തും വിഡ്ത്തും ഒക്കെ എത്രയാണോ വേണ്ടത് അത്രയൊന്ന് മാർക്ക് ചെയ്ത് നമ്മൾ കൊടുക്കുക ചെയ്യുന്നത്. അതിന് ശേഷമാണ് നമ്മൾ ഈ ഡിസൈൻ വരയ്ക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാനിവിടെ നെക്കിൻ്റെ വിഡ്ത്തും ലെങ്തും ഒക്കെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് രണ്ട് സൈഡിലേക്ക് ഒരു 2.5 ഇഞ്ച് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് റൈറ്റും ലെഫ്റ്റും ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം താഴേക്ക് യോക്ക് പോർഷൻ എന്ന് പറയുന്നത് 15 ഇഞ്ചാണ് എടുക്കുന്നത്. നമുക്കിവിടെ വേണ്ടത് 14 ഇഞ്ചാണ് വേണ്ടത്. അതായത് നമുക്ക് യോക്കിൻ്റെ ലെങ്ത് 14 ആണ് വേണ്ടത്. 15 എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സീം അലവൻസ് ആണ് പോകുന്നത്. ഷോൾഡറിൻ്റെ അവിടുത്തെ ഹാഫ് പോർഷൻ അതുപോലെ തന്നെ താഴെ നമ്മുടെ യോക്കിൻ്റെ ഭാഗം 1/2 ഇഞ്ചാണ് പോകുന്നത്. അപ്പം അങ്ങനെയാണ് 15 ഇഞ്ച് ടോട്ടൽ വരുന്നത്. അതിനെ നമുക്ക് ഒരു ബക്കറ്റ് ഷേപ്പിൽ നമുക്കൊന്ന് ഡിസൈൻ വരച്ചു കൊടുക്കണം. അപ്പോൾ താഴെ ഏറ്റവും യോക്ക് പോർഷൻ്റെ താഴെ ഇതുപോലെ ആദ്യം ഒരു വലിയ ലൈൻ കൊടുക്കുക. അതിനുശേഷം ഒരു സ്മോൾ ലൈൻ കൊടുക്കുക. അപ്പോൾ വലിയ ലൈൻ കൊടുക്കുമ്പോൾ 1.5 ഇഞ്ച് കൊടുക്കുക. പിന്നെ അതിന് ശേഷം ചെറിയ ലൈൻ കൊടുക്കുക. അങ്ങനെ ആ ഒരു യോക്ക് പോർഷൻ്റെ എൻഡിങ്ങിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സെയിം പോലെ തന്നെ നമുക്ക് നെക്കിലും അതുപോലെ തന്നെ ഒരു വലിയ ലൈൻ ചെറിയ ലൈൻ എന്നുള്ള വിധത്തിൽ ചെയ്ത് കൊടുക്കുക. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത്, വരച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റർ ഭാഗത്തു നിന്ന് താഴേക്ക് ഇതുപോലെ ഒരു ഫ്ലവറും ലീഫും ഒക്കെ നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട്. കുറേ ഗ്യാപ്പ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ആദ്യത്തെ ആ ഒരു 2 ഫ്ലവറും മുകളിലും താഴെയും ചെയ്തതിന് ശേഷം റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ഗ്യാപ്പുള്ള ഭാഗത്തേക്ക് നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഈ ഒരു യോക്ക് പോർഷൻ ഡിസൈൻ വരുന്നത്. പിന്നെ അതിനിടയ്ക്ക് കുറേ ഗ്യാപ്പുള്ള ഭാഗമൊക്കെ ഉണ്ട്. അവിടെ ചെറിയ ചെറിയ ബീഡ്സിൻ്റെ ഡിസൈൻ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പേപ്പറിലേക്ക് വരച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. നമ്മുടെ യോക്ക് പോർഷൻ നമ്മൾ ആ ഒരു ബക്കറ്റ് ഷേപ്പിൽ നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 15 ഇഞ്ചാണ് യോക്കിൻ്റെ ലെങ്ത്. അത് നമുക്ക് 14 അളവിൽ വേണം നമ്മൾ വരച്ചു കൊടുക്കാനായിട്ട്. അതിന് ശേഷമാണ് നമ്മൾ ഡിസൈനൊക്കെ ട്രേസ് ചെയ്ത് എടുക്കുന്നത്. ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുന്നവർക്ക് അങ്ങനെ വരച്ചെടുക്കാം. നമ്മുടെ ഗ്ലാസ് മാർക്ക് പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ട്രേസിങ് ഷീറ്റ് യൂസ് ചെയ്തിട്ട് ട്രേസ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ഫ്രീ ഹാൻഡായിട്ട് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് താഴെ യോക്ക് പോർഷൻ്റെ ഏറ്റവും എൻഡിങ് ഭാഗം നമുക്ക് ബോർഡർ ഭാഗമൊക്കെ നമുക്കൊന്ന് ബീഡ്സ് ഡിസൈൻ ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് ഒരു ബീഡ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുൻപിലേക്ക് നീക്കിയിട്ട് വേണം നമ്മൾ ബീഡ്സ് ഒന്ന് എടുക്കാനായിട്ട്. ഇങ്ങനെ ബാക്കിലേക്കാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്തു പോകുന്നത്. അപ്പോൾ നമ്മൾ ആരി നീഡിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു ബീഡ്സുകൾ നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ഓരോ ബീഡ്സും നമ്മൾ ആദ്യം ചെയ്തതിൻ്റെ ബാക്കിലേക്ക് നീഡിൽ കുത്തി കൊണ്ടുവരിക. അപ്പോൾ ഞാൻ എത്രയും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിലുള്ള ആ ലൈൻസ് ഫസ്റ്റ് ലൈനും അതുപോലെ തന്നെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറിയ ലൈനും ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബീഡ്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പോർഷനാണ് ഞാനിപ്പോൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. താഴത്തെ യോക്കിൻ്റെ താഴത്തെ ഭാഗം ഈ ഒരു ഭാഗമാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് നെക്കും ചെയ്ത് കൊടുക്കാം. നെക്കും നമുക്ക് ഇതുപോലെ ഈ ഒരു ബീഡ്സ് മാത്രമാണ് യൂസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ താഴെയും മുകളിലും നമുക്ക് ഒരേ സെയിം തന്നെ ചെയ്ത് കൊടുക്കാം. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു യോക്ക് പോർഷൻ്റെ അകത്ത് ഞാനൊരു ഫ്ലവർ ഡിസൈൻ കാണിച്ചു തന്നിരുന്നല്ലോ. അതിൻ്റെ ആ ഒരു സ്റ്റെമ്മിനും നമുക്ക് ഈ ഒരു ബീഡ്സ് തന്നെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് വലുപ്പത്തിലുള്ള റൗണ്ട് ബീഡ്സ് ഞാൻ കാണിച്ചിരുന്നല്ലോ, അത് നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാവേ. അത് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിന് ചുറ്റിനുമാണ് നമ്മുടെ ഈ ഒരു ഷുഗർ ബീഡ്സ് റൗണ്ടിൽ ചെയ്ത് കൊടുക്കുന്നത്. ഒരു ഫ്ലവർ മോഡലിൽ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സൈസ് അല്ലാണ്ട് കുറച്ചും കൂടെ സൈസ് കൂടിയത് ബീഡ്സ് നമുക്ക് യൂസ് ചെയ്യാം.
പിന്നെ ഞാനിതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റെമ്മിന് 2 ലീഫും കൂടെ കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഷുഗർ ബീഡ്സ് തന്നെ 2 പ്രാവശ്യം നീഡിലിൽ ഒന്ന് എടുത്തിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്രയാണോ അളവ് വേണ്ടത് അതിനനുസരിച്ച് ബീഡ്സ് എടുക്കാം കേട്ടോ. നമ്മൾ വരയ്ക്കുന്ന ആ ഒരു ഡിസൈൻ അനുസരിച്ചായിരിക്കണം ബീഡ്സ് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ലീഫും സ്റ്റെമ്മും ഫ്ലവറും ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറേ ഗ്യാപ്പുള്ള ഭാഗത്തൊക്കെ ഞാൻ ആദ്യം കാണിച്ചല്ലോ, കുറേ റൗണ്ട്സ് ഉള്ള ഭാഗം, അവിടെയൊക്കെ ഇതുപോലെ ഒരു ബീഡ് ഫിക്സ് ചെയ്യുക. പിന്നെ ഇതുപോലെ കുഞ്ഞു ബീഡ്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പോർഷനാണ് ഇപ്പോൾ കാണിച്ചു തന്നിട്ടുള്ളത്. നമ്മൾ ഫ്ലവേഴ്സും ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഡിസൈനും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഫൈനൽ ഔട്ട്ലുക്ക് വരുന്നത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.